ഇനി 4 വർഷം കാത്തിക്കണം ഞാനൊരു വേൾഡ് കപ്പ് കാണാൻ. അത് തന്നെ റൊണാൾഡോ ഉണ്ടോ, മെസ്സി ഉണ്ടോ, നെയ്മർ ഉണ്ടോ, ഇവരെ മത്സരം നമുക്ക് കാണാൻ പറ്റുമോ? ആ ഒരു ആ ഒരു സങ്കടം വല്ലാണ്ട് എന്നെ അകറ്റുന്നുണ്ട്. ഹലോ, എല്ലാവരും നമ്മളെ വേൾഡ് കപ്പ് ഫൈനൽ കാണാനുള്ള വെയിറ്റിംഗിലാണ്. രാത്രി 12:30ക്കാണ് മാച്ച്. സ്പെയിനും അതേപോലെ തന്നെ അർജന്റീന തമ്മിലുള്ള മാച്ചിനുള്ള വെയിറ്റിംഗിലാണ്. എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ്, എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേങ്കിൽ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നം വേറെയാണ്. കാരണം ഇത്രയും ദിവസം നമ്മൾ ആവേശത്തോടെ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോഴും അതിന്റെ അടി മാറിയിട്ടുണ്ടാവില്ല. പല ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്താ പറയാ, എന്റെ പ്രശ്നം വേറൊന്നാണ്. കാരണം ഇന്നത്തെ ഈ മത്സരത്തോടു കൂടി നമ്മൾ ഈ വർഷത്തെ വേൾഡ് കപ്പ് അവസാനിച്ചു. ഇനി 4 വർഷം കാത്തിക്കണം ഞാനൊരു വേൾഡ് കപ്പ് കാണാൻ. അത് തന്നെ റൊണാൾഡോ ഉണ്ടോ, മെസ്സി ഉണ്ടോ, നെയ്മർ ഉണ്ടോ, ഇവരെ മത്സരം നമുക്ക് കാണാൻ പറ്റുമോ? ആ ഒരു ആ ഒരു സങ്കടം വല്ലാണ്ട് എന്നെ അകറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മൾ ഇത്രയും വർഷത്തെ ഫുട്ബോൾ, നമ്മൾ ചെറുപ്പം മുതലേ ഫുട്ബോൾ കാണുന്നുണ്ട്. നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും അഹങ്കാരത്തോടു കൂടി പറയുന്ന നമ്മളെ പ്ലേയേഴ്സ് വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഇനി ഉണ്ടാവും. എന്താ പറയണ്ടേ എനിക്ക് അറിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു മത്സരം കഴിയുക മാത്രമല്ല, വേൾഡ് കപ്പ് കഴിയുന്ന മാത്രമല്ല, നെക്സ്റ്റ് വേൾഡ് കപ്പിൽ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഫേവറേറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന നമ്മളെ പ്ലേയേഴ്സിനെ കാണാൻ നമുക്ക് പറ്റുമോ, മാച്ചിൽ ഉണ്ടാവുമോ? ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു മത്സരം ഫൈനലോട് കൂടി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?